ഒരു ബൈക്കിൽ ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണങ്ങളും അതിന് വരുന്ന ചെലവും അതിന്റെ ഡ്രോബാക്സും ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ഞാനൊരു യൂറോ 1 സ്പ്ലെൻഡറിന് ഡിസ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ജനറേഷൻ സൂപ്പർ സ്പ്ലെൻഡറിന് ഫോർക്ക് അടക്കം അഴിച്ചു കൊണ്ടുവന്ന ഒരു ഡിസ്ക് സെറ്റ് ആണ്. ഇത് സ്പ്ലെൻഡറിൽ ഡയറക്റ്റ് ഫിറ്റ് ആണ്. കാര്യമായ അൾട്രേഷനും കാര്യങ്ങളും ഒന്നും ചെയ്യാനില്ല. ഭാവിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീറോയിൽ നിന്ന് ജെന്യുവൻ പാർട്സ് കിട്ടുകയും ചെയ്യും. ഒരു വണ്ടിയിൽ പ്രോപ്പറായി ഡിസ്ക് സെറ്റ് അസംബിൾ ചെയ്താൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഉദാഹരണത്തിന് സ്പ്ലെൻഡറിൽ തന്നെ ഡ്രം ബ്രേക്ക് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ജാം ആകുന്ന ഇഷ്യൂ, ബ്രേക്ക് ടൈറ്റ് ആകുന്ന ഇഷ്യൂ, പോരാത്തതിന് കുന്നിറക്കത്തിലൊക്കെ രണ്ടുപേരൊക്കെ പോകുമ്പോൾ ഈ വണ്ടി പിടിച്ചു നിർത്തുക കുറച്ച് പ്രയാസമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡിസ്ക് ബ്രേക്കിലേക്ക് വന്ന ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രേക്കിംഗ് ആയിരിക്കും. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് വണ്ടി നിൽക്കും. പിന്നെ ഡിസ്ക് സെറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് 2000-നും 5000-നും ഇടയിൽ ഒട്ടുമിക്ക വണ്ടികളുടെ ഒക്കെ ഡിസ്ക് സെറ്റ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. പിന്നെ RX ഫീറോ പോലെയുള്ള വണ്ടിയാണെങ്കിൽ ഒരു 10,000 രൂപക്ക് അടുത്തൊക്കെ ഡിസ്ക് സെറ്റിന് റേറ്റ് വരുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ ഇതിൻ്റെ അകത്തേക്ക് മാറുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ്. പിന്നെ ഭാവിയിൽ ഇതിന്റെ സ്പെയർ പാർട്സ് ഡ്രം ബ്രേക്കിനെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലുണ്ട്. ബാക്കി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ വേറെ ഒന്നും. പിന്നെ ഫിറ്റിംഗ് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. എനിവേ നല്ലൊരു അപ്ഗ്രേഡേഷൻ ആണ് ഒരു കമ്മ്യൂട്ടർ ബൈക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു വണ്ടിയാണെങ്കിലും ഡിസ്ക് ബ്രേക്കിലേക്ക് മാറുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം.